പണപ്പെട്ടി ടാസ്കിൽ ബിഗ് ബോസും ലാലേട്ടന് ഏറ്റവും കൂടുതൽ പണി കൊടുത്തത് നെവിനാണെങ്കിലും ഇപ്പോഴത്തെ അതിലും വലിയ പണിയാണ് കേട്ടോ ആദിലൊക്കെ കിട്ടിയിരിക്കുന്നത്. പണപ്പെട്ടി ടാസ്കിനെ കുറിച്ച് ബിഗ് ബോസ് പറഞ്ഞപ്പോൾ മുതൽ തലക്ക് കൈ കൊടുത്തിരിക്കുകയാണ് ആദിലെ നോക്കി പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള്. അത്തരത്തിലാണ് ലൈവ് പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അല്പസമയം മുമ്പാണ് ബിഗ് ബോസ് ബിഗ് ബാങ്കിങ് വീക്കിനെ കുറിച്ച് പറഞ്ഞത്. പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ടാസ്ക് നടക്കുന്നത്. ഇത്തവണ പൈസ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പൈസ കിട്ടും. പൈസ എല്ലാവർക്കും അത്യാവശ്യമാണല്ലോ. ആർക്കും പൈസ വേണ്ടെന്ന് പറയില്ല. ചിലരെടുത്തിട്ട് പോകും, ചിലരെടുത്തിട്ട് പോവില്ല. ഈ എടുക്കുന്ന പൈസ എല്ലാം തന്നെ വിന്നറിൻ്റെ എമൗണ്ടിൽ നിന്നായിരിക്കും കുറയുന്നത്. അപ്പം എല്ലാവർക്കും പണം എടുത്ത് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പണപ്പെട്ടി എടുത്ത് പോവാത്തതിൻ്റെ മെയിൻ കാരണം. എന്നാൽ ഇത്തവണ ബിഗ് ബോസ് എല്ലാവർക്കും പൈസ കൊടുക്കാൻ തയ്യാറായി വിശാല മനസ്സോടുകൂടി വന്നിരിക്കുകയാണ്. എന്നാൽ ഈ മനസ്സ് ആദിലക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദില പറയുന്നത് എല്ലാത്ത ചതിയായി പോയി ബിഗ് ബോസെ. ആദില കരുതിയത് പണപ്പെട്ടി എടുത്തിട്ട് പോകാം. 2 കപ്പിൾസ് അല്ലേ വന്നിരിക്കുന്നത്. അതായത് വിന്നർ ആവുകയാണെങ്കിൽ 100 ആയിക്കോട്ടെ. പണപ്പെട്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ആദിലയാണെന്നുണ്ടെങ്കിൽ ആ പൈസ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. 100ക്ക് എങ്ങാനും കപ്പടിക്കുകയാണെങ്കിൽ കപ്പും കിട്ടും. രണ്ടും ഒരു വീട്ടിലേക്ക് സുഖം എന്ന് കരുതി നിന്നതാണ്. അവർക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരുടെ വീടിനകത്തുള്ള അവരുടെ ഡിസ്കഷനും കാര്യങ്ങളും അത്തരത്തിലായിരുന്നു. എന്നാൽ ബിഗ് ബോസ് ഇങ്ങനൊരു പണി വെച്ചതോടുകൂടി അതിലാകെ ഡൗൺ ആയി തലക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. എങ്കിലും വാരി എടുക്കാനൊക്കെ തയ്യാറായി നിൽക്കണം കേട്ടോ. ബിഗ് ബോസ് പണം പെരുമഴാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പൈസ വരാം. 10,000 രൂപ ഇന്ന് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് ഓരോ ദിവസം കൂടി വരും. എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളോളം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് ചെറിയൊരു എമൗണ്ടാണ് ഫസ്റ്റ് ഘട്ടത്തിൽ വെച്ചിരിക്കുന്നത്, 10,000. ഇനിയും ഓരോ ദിവസങ്ങൾ അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോൾ പൈസ കൂടി വരും. ഈ വീക്ക് ഫുള്ളും ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ബിഗ് ബോസ് ഈ ഒരു പണിയായിട്ട് വന്നത്. എന്നാൽ ആദിലൊക്കെ ആകിയ വിഷമം. ആദിലിനെ നോക്കി അനുമോള് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ആദിലയാണ് പൈസ എടുത്തിട്ട് പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചത്. എപ്പോഴും പറയുമായിരുന്നു പണപ്പെട്ടി എന്ന് പറഞ്ഞ് ആ ഡിസ്കഷൻസൊക്കെ ബിഗ് ബോസിൻ്റെ ചെവിയിൽ ഇട്ട് കൊടുത്ത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു 7ൻ്റെ പണിയും തന്ന് വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്കെന്നാണ് അനുമോള് ചോദിക്കുന്നത്. അത് കാര്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും, അവിടെ അവർ സംസാരിക്കുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്നതും പുറത്ത് നടക്കുന്നതും എല്ലാം റിലേറ്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ പണപ്പെട്ടിയുടെ കാര്യത്തിൽ അത്തരത്തിൽ തന്നെ വന്നു. ഇന്നലെ ലാലേട്ടനും പറഞ്ഞില്ലേ പണപ്പെട്ടി എടുത്തിട്ട് പോകാൻ നിൽക്കാണോ എന്ന് പറഞ്ഞ് ലാലേട്ടനൊരു കള്ള ചിരി ഇരിച്ചു. ആ ചിരിയുടെ അർത്ഥമാണ് കേട്ടോ ഇപ്പോൾ ലൈവിൽ. എന്തായാലും ഇപ്പോൾ എല്ലാവരും ആ ചിരി ആദിലയുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. ഇവനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടോ. നിവിന് പൈസ എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ. നിവിനാണെങ്കിൽ കിട്ടിയ മുട്ട മുഴുവനും ഓംലേറ്റും ബുൾസയൊക്കെ അടിച്ച് കഴിച്ച് ആ വിഷം അങ്ങോട്ട് തിന്ന് തീർക്കുകയാണ്. അത്തരത്തിലാണ് ലൈവ് പോകുന്നത്. ഇനി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.